ബന്ധപ്പെട്ട് ന്യൂസ് മലയാളം ഒരു എക്സ്ക്ലൂസീവ് വാർത്ത പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. എറണാകുളം അങ്കമാലി കുർബാന തർക്കത്തിൽ നിലവിലെ കൂരിയയെ ഈ ആഴ്ച പിരിച്ചുവിടും. പുതിയ വൈദികർക്കും ജനാഭിമുഖ കുർബാന അർപ്പിക്കാൻ അനുവാദം. വിവരങ്ങളുമായി എറണാകുളത്ത് നിന്ന് അനിൽ ജോർജ് ചേരുന്നു. അനിൽ, എന്തൊക്കെയാണ് പുതിയ തീരുമാനങ്ങൾ? കൂരിയെ പിരിച്ചുവിടുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, ഈ കുർബാന തർക്കത്തിൽ ഏറ്റവും നിർണായകമായ ഒരു പുതിയ ഒരു കാര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിമത വിഭാഗത്തിന് പൂർണ്ണമായും കീഴടങ്ങിയിരിക്കുന്നു ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയും ഒപ്പം തന്നെ മേജർ ആർച്ച് ബിഷപ്പും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ വിവരം എക്സ്ക്ലൂസീവായി നമ്മൾ പുറത്തേക്ക് വിടുന്നു. ഈ ആഴ്ച തന്നെ നിലവിലെ കൂരിയയെ പിരിച്ചുവിടാൻ ഇന്ന് ചേർന്ന വൈദിക സമിതി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. സിനഡിന്റെയും പെർമനന്റ് സിനഡിന്റെയും ഒപ്പം തന്നെ മെത്രാൻ സമ്മേളനത്തിന്റെയും തീരുമാനത്തെ മറികടന്നുകൊണ്ട് ഇന്ന് വൈദിക സമിതി വിളിക്കരുത് എന്ന തീരുമാനം മറികടന്നുകൊണ്ട് ഇന്ന് വൈദിക സമിതി തന്നെ നടത്തുകയുണ്ടായി. അതിന്റെ മിനിറ്റ്സിൽ അവർ ഒപ്പുവെക്കുകയും ചെയ്തു. ഇതിൻ പ്രകാരം ഈ ആഴ്ച തന്നെ നിലവിലെ കൂരിയ പിരിച്ചുവിടും. ഈ മാസം 20-ന് സമ്പൂർണ്ണ വൈദിക യോഗം ചേരുകയും ചെയ്യും. അതിനുശേഷം പുതിയ കൂരിയ നിലവിൽ വരും.